This podcast is powered by Arun Ice Creams. മാം, ഇപ്പോൾ നമ്മൾ ചൈൽഡിനെ കുറിച്ച് പറഞ്ഞതിൽ നിന്ന് അപ്പോൾ ഒരു പാരൻറ്റിങ്ങിൻ്റെ സൈഡിൽ വരുമ്പോൾ ഒരു പാരൻറ്റ് ഒരു ഹാപ്പിനെസ് കോഷ്യൻറ്റിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ എന്ത് ലെവലിൽ നിന്നിട്ടാണ് നമ്മളതിനെ ഒരു ഹോക്സ് വ്യൂ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് നമ്മളതിനെ കാണേണ്ടത്? ബിക്കോസ് പല പാരൻസ് ഇപ്പോൾ മാം നമ്മളുടെ മുന്നത്തെ ടോപ്പിക്കുകളിൽ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, പലരും പല അറ്റ്മോസ്ഫിയറാണ്, പല ജോബ് എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരാണ്, ടൈം ലിമിറ്റേഷൻസ് ഉണ്ട്. സ്പെഷ്യലി ബീയിങ് ഇൻ നമ്മളൊരു എക്സ്പാറ്റ് എന്നുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു റഷ് ന്യൂക്ലിയർ ഫാമിലീസ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എൻവയോൺമെൻറ്റിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഒരു പാരൻറ്റിങ് അതെങ്ങനെ ഹാപ്പിയർ ആക്കാം എന്നുള്ളതായിരിക്കും എൻ്റെ. Again, you are asking me very complex, tough question. I'm proud of you. And really one thing, me also thinking about it, നമ്മളെപ്പോലെ കുറേ പേര് ഇങ്ങനെ പല പോഡ്കാസ്റ്റിലും വന്നിരുന്നിട്ട് ഇങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ കാര്യം ചിലരെങ്കിലും കാണുന്നവർ ചോദിക്കുക, നിങ്ങൾ വീട്ടിൽ ഇതൊക്കെ ചെയ്യാറുണ്ടോ എന്ന ചോദ്യം വരാറുണ്ടല്ലോ. ഞാൻ ചെയ്യാറുണ്ട്. ഓക്കെ, ഞാൻ പ്രാക്ടീസ് ചെയ്ത് ചെയ്യാറുണ്ട്. ഓക്കെ, പലതും എനിക്ക് കഴിയാറില്ല, ഞാൻ എൻ്റെ മാക്സിമം ചെയ്യും. ഓക്കെ, അത് എൻ്റെ നീഡാണ്. ഓക്കെ, എൻ്റെ നീഡാണ്. അപ്പം ഞാൻ പറയാം, ഒരു രാവിലെ ഉറക്കണീറ്റിട്ട് ഹസ്ബൻഡും കുട്ടികളും ഒക്കെ എവിടെയായാലും സ്ത്രീകൾക്കാണല്ലോ ആ പാർട്ട് പ്ലേ ചെയ്യുന്നതിൽ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അല്ലെ, എല്ലാ ഫെമിനിസം ഒക്കെ മാറ്റി വെച്ചിട്ട് ചോദിച്ചാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു എല്ലാത്തിനും ഒരേപോലെ മാനേജ് ചെയ്യാൻ പറ്റുന്ന സ്ത്രീക്ക് പറ്റും. അത്രയ്ക്ക് കഴിവുള്ള ആളാണ് ഒരു സ്ത്രീ എന്ന് പറയുന്നത്. അതായത് ഒരേ സമയം ഒരുപാട് റോളുകൾ പ്ലേ ചെയ്യാൻ പറ്റും. അത് ദാറ്റ്സ് വാട്ട് യൂണിവേഴ്സ്, ദ മദർ എർത്ത്, ലൈക്ക് മദർ എർത്താണ് ഒരു സ്ത്രീ. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരാൾ ഡിപ്പെൻഡ് ചെയ്യും. ഒരു ബനിയൻ ട്രീ പോലെയാണ്, ഒരാളെ ഡിപ്പെൻഡ് ചെയ്യും. നമുക്കൊരു സ്ത്രീകളുടെ മെൻ്റൽ ഹെൽത്തിലേക്കോ ഹാപ്പിനെസ്സിലേക്കോ ആദ്യം പോവാം. ഞാൻ ഒരു ടീച്ചർ ട്രെയിനറാണ്. ഓക്കെ, എൻ്റെ ടീച്ചർ ട്രെയിനിങ്ങിൽ കഴിഞ്ഞ വർഷം 750 ടീച്ചേഴ്സിന്, കഴിഞ്ഞ 2024-25 അക്കാഡമിക് ഇയറിൽ ഒരു 780 ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യാനുള്ള മഹാഭാഗ്യം എനിക്ക് കിട്ടി. ഞാൻ ഇപ്പോൾ എപ്പോഴും പറയും 780 എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചർ 1000 കുട്ടികളെ പഠിപ്പിക്കുന്നു എന്നിരിക്കട്ടെ, ഒരു വർഷം ഒരു സ്കൂളിൽ 750 × 1000 മക്കളെ ഞാൻ പഠിപ്പിച്ചു എന്ന് ഞാൻ പറയും. ഐ വിൽ റൈറ്റ് ഇൻ മൈ ഡയറി. ഞാൻ 7 ലക്ഷം, ഞാൻ വെരി പുവർ ഇൻ മാത്സ്, ബട്ട് ഞാൻ അത്രയും തന്നെ കുട്ടികളെ ഞാൻ പഠിപ്പിച്ചു എന്ന് പറയും. അപ്പോൾ ഞാൻ ഈ ടീച്ചേഴ്സിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ടീച്ചേഴ്സ് എന്നോട് ചോദിക്കാറുണ്ട്, മാമി പറയുന്ന മാം ഇതൊക്കെ ചെയ്യാറുണ്ടോ? ഞാൻ പറയാറുണ്ട്, ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്. ഓക്കെ, സിംപ്ലി ടൈം ലൈക്ക് എ ഫ്രീഡം, ടൈം ലൈക്ക് എ ഹാപ്പിനെസ്. അത് നേടിയെടുക്കുന്നതാണ്, ആരും തരുന്നതല്ല, കണ്ടെത്തുന്നതാണ്. എനിക്ക് ടൈം ഇല്ല എന്ന് ഞാൻ തീരുമാനിച്ചാൽ എനിക്ക് ടൈം ഇല്ല, എനിക്ക് ടൈം ഉണ്ട് എന്ന് തീരുമാനിച്ചാൽ ഉണ്ട്. ഉണ്ടെന്ന് തീരുമാനിക്കണമെങ്കിൽ എനിക്ക് എന്നെ ആദ്യം വേണം. ഓക്കെ, എൻ്റെ ഇൻബോക്സ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്ത് എൻ്റെ ഫോണും ഇന്ദുവിൻ്റെ ഫോണും നമ്മളിന്ന് എടുത്താൽ സ്റ്റാറ്റസ് ഇൻബോക്സും കണ്ടവരുടേതാണ്. ഐ മീൻ അതർ പീപ്പിൾ. കണ്ടവർ എന്ന് ഞാൻ പറയുന്നത് സ്ട്രേഞ്ചേഴ്സ് ഓർ അതർ പീപ്പിൾ. എൻ്റെ ഇൻബോക്സ് ഞാൻ ആദ്യം ചെക്ക് ചെയ്യാം. ഓക്കെ, മറ്റുള്ളവരുടെ ഇൻബോക്സ് എൻ്റെ പാർട്ടല്ല. അപ്പോൾ എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ഞാൻ പറയുന്നു എല്ലാവർക്കും ഒരേ സമയമാണുള്ളത്, സ്പെൻഡ് ചെയ്യുന്ന രീതിയാണ് വ്യത്യാസമായിട്ടുള്ളത്. ഞാൻ എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് ആദ്യം എൻ്റെ ടൈം ലെഡ്ജർ ഉണ്ടാക്കുന്നു. ഞാൻ ചെയ്യുന്ന കാര്യമാണ്. പലരും എന്നോട് പറയാറുണ്ട്, ഇങ്ങനെ കുറേ ബുക്കൊക്കെ കൊണ്ട് നടന്നിട്ട് വട്ടായി പോവില്ലേ? നോ, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം നമ്മൾ ട്രെയിൻഡ് ആയിരിക്കണം. എൻ്റെ ടൈം എനിക്ക് വിനിയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്നലെ രാത്രി 4 മണിക്കാണ് ഉറങ്ങിയതെങ്കിൽ ഞാൻ എൻ്റെ ടൈം ഇൻവെസ്റ്റ് ചെയ്തു എന്ന് ഞാൻ പറയും. ഓക്കെ, യെസ്റ്റർഡേ ഐ മെറ്റ് എ വെരി ബ്യൂട്ടിഫുൾ സോൾ ഹിയർ ഇൻ ദുബായ്. നമ്മൾ പറയാറില്ലേ, നമ്മൾ ഹൃദയമുള്ളവരെ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത ശ്വാസം പോകും. അങ്ങനെ ഹൃദയമുള്ളവരെ കാണാൻ പറ്റുക. ഓക്കെ, അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എന്നിലൊരു ഹൃദയം ഉണ്ടെന്ന് ഒരാൾ കണ്ടെത്തുക. അപ്പോൾ അയാൾക്ക് ഹൃദയം ഉണ്ടെന്ന് എനിക്ക് തോന്നുക, അല്ലെങ്കിൽ ആ മോൾക്ക് ഹൃദയം ഉണ്ടെന്ന് തോന്നുക. അത്രേ ഉള്ളൂ. അതാണ് എൻ്റെ ഡെഫിനിഷൻ. അവിടെ ഞാൻ തന്നെയാണ് പ്രയോറിറ്റി. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ ഒരാളെ കണ്ടു. എനിക്കിപ്പോൾ ഞാൻ 3 മണിക്കൂർ ഇന്ന് ഉറങ്ങിയിട്ടുള്ളൂ. ഐ എം സോ ഹാപ്പി ബിക്കോസ് ഞാൻ ഇന്നലെ എടുത്ത എനർജി ആർക്കും കിട്ടിയിട്ടില്ല, എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയി 3 hours. സോ 9 hours സ്ലീപ്പ് ഞാൻ കോമ്പൻസേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ക്ലിയർ? സോ ഇതൊരു ട്രാവലാണ്. ഇതിൽ കമ്മിങ് ടു ഫൈൻഡിങ് ദ ടൈം. ഈ ടീച്ചേഴ്സ് എന്നോട് പറയാറുണ്ട്, രാവിലെ കിച്ചണിൽ കിടന്ന് ഓടുന്ന സമയത്ത് ഹസ്ബൻഡ് കിച്ചണിലൊന്നും വന്ന് നോക്കാറില്ല. ഓക്കെ, പുള്ളി ഇടയ്ക്കൊക്കെ സാറ്റർഡേ സൺഡേ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇവിടുത്തെ മോഡ് എന്താണെന്നറിയോ? ഞാൻ ജോലി ചെയ്യുമ്പോൾ അപ്പുറത്തൊരാൾ മിണ്ടാണ്ടിരിക്കുന്നു എന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിക്. ഓക്കെ, ഞാൻ ജോലി ചെയ്യുമ്പോൾ അപ്പുറത്തൊരാൾ മിണ്ടാണ്ടിരിക്കുന്നു എന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പുറത്തെ ഇയാൾ അയാളുടെ പണി നോക്കട്ടെ, ഹീസ് ഓൺ വേൾഡ്. ഇതെൻ്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അതിൽ കഴിക്കുന്നത് എനിക്ക് കഴിക്കാൻ ഉണ്ടാക്കുന്നു,
എനിക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കഴിക്കാൻ ഉണ്ടാക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് കഴിക്കാൻ ഉണ്ടാക്കാൻ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കരുത് പ്ലീസ്. ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യരുത്, സംസാരിച്ച് ബഹളം വെക്കരുത്. ക്ലിയർ? അപ്പം നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്കാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ കഷ്ടത്തോടെയല്ല അത് ഉണ്ടാക്കേണ്ടത്, ഇഷ്ടത്തോടെയാണ്. അപ്പോൾ പറയരുത് നീ തേങ്ങ തിരുമ്മി തന്നില്ല, നീ ഫുഡ് ഉണ്ടാക്കി തന്നില്ല, നീ പാത്രം കഴുകിയില്ല, നീ അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, പറയരുത്. ക്ലിയർ? അപ്പം നമ്മുടെ കൺസെപ്റ്റ് ആദ്യം ഞാൻ ഇവിടെ കിടന്ന് ജോലി ചെയ്യുന്ന ആൾ എന്നുള്ളതല്ല, ഇതിൻ്റെ ഡ്യൂട്ടിയാണ്. ഐ എം എ ഗിവർ, ഐ ക്യാൻ പ്രിപ്പയർ ദ ഫുഡ് ബിക്കോസ് 3 people are depending on me. ഓക്കെ. ആ സ്റ്റേറ്റ്മെൻറ്റാണ് എനിക്ക് ഹാപ്പിനെസ് തരുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, ഇവിടെ ഞാൻ ഹാപ്പിനെസ് കാണുന്നത് ഓക്കെ നിങ്ങൾക്ക് ഞാൻ അവിടെ കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൽ വെക്കുന്നു. ഞാനൊരു സോ കോൾഡ് ട്രഡീഷണൽ വേ അല്ല പറയുന്നത്. എത്ര തന്നെ നമ്മൾ വലുതായാലും നമ്മൾ വളർന്നു വന്ന വഴിയിലൂടെ നീ എന്താ ഞാൻ ഡിസിഷനായി ഇരിക്കുന്ന ആളാണല്ലോ. എനിക്ക് ചായ നിറച്ച ചായ കൊണ്ട് അവിടെ വെച്ചിട്ട് പോയി എന്ന് എന്നോട് 60 വയസ്സുള്ള ഒരാൾ പറഞ്ഞു. ഐ മീൻ ദ ലാസ്റ്റ് വീക്ക്. അയാൾക്ക് 60 വയസ്സ്, വൈഫിന് 55 വയസ്സ്. ഇവൾക്ക് എന്നോട് ഇഷ്ടമല്ല വരെ കാരണം ഞാൻ റിട്ടയർ ആയല്ലോ. അവിടെ ചായ കൊണ്ട് അവിടെ അങ്ങനെ പറയാൻ പാടില്ല, പട്ടിക്ക് കൊടുക്കുന്ന പോലെ കൊടുത്തു പറയാം. സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പട്ടിക്കൊന്നും അങ്ങനെ കൊടുക്കാറില്ല ഇപ്പോഴത്തെ പട്ടികൾക്കൊന്നും. നമ്മളല്ലേ നായ്ക്കുട്ടികൾ നമ്മൾക്ക് മക്കളെ പോലെയാണ് അല്ലെ? നമ്മൾ അനിമൽസ്. സി ദർ ഇസ് എ സർവേ ഇൻ കേരള. നിങ്ങൾക്ക് കുട്ടികളുടെ അച്ഛനാകണോ പട്ടിക്കുട്ടികളുടെ അച്ഛനാകണോ? ഐ മീൻ പെറ്റ്സിന്റെ ഫാദർ ആകണോ കുട്ടികളുടെ ഫാദർ ആകണോ? സി ദ യങ്സ്റ്റേഴ്സ് സെലക്ടഡ് വാട്ട് യു നോ? പെറ്റ്സ്. റീസൺ ചോദിച്ചു. എനിക്കൊന്ന് റെഡ് എഫ് എം ആണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പല്ലാതെ റെഡ് എഫ് എം ആണ്, ഏതായാലും ഒരു മീഡിയ റേഡിയോ. യങ്സ്റ്റേഴ്സ് എന്തുകൊണ്ട് കുട്ടികളുടെ അച്ഛനാകണ്ട എന്ന് ചോദിച്ചു. മറുപടി ഇതാണ്, സർവേ ഇതാണ്: എനിക്ക് കുട്ടിയുടെ അച്ഛനാകാനുള്ള പ്രായവും പക്വതയും യോഗ്യതയും ഇല്ല. കാരണം 70s 80s പാരൻസിൻ്റെ അവരുടെ ഇരയാണ് ഞാൻ. സി ദ വേർഡ്. എൻ്റെ ഇര എൻ്റെ കുട്ടികളാവരുത്. അവനെ കുറച്ചുകൂടെ പഠിക്കണം. നായ്ക്കുട്ടികളാവുമ്പോഴോ പെറ്റ്സ് ആവുമ്പോഴോ ആ വിഷയം വരുന്നില്ല. ഭയങ്കരമായിട്ട് തിരിച്ച് വാലെങ്കിലും ആട്ടും. 2, പുതിയ ജെൻസിയെ കുറിച്ചിട്ട് ഭയങ്കര അധികം മതിപ്പുകേട്. എന്തിന് മതിപ്പുകേട്? ജെൻസി അല്ലെങ്കിൽ ആൽഫ ഇങ്ങനെ ആകുന്നത് 70s തൊട്ട് നമ്മളെല്ലാവർക്കും തന്ന് നമ്മൾ അവർക്ക് കൊടുത്തതുകൊണ്ടാണ്. അല്ലാതെ സയൻസ് ആൻഡ് ടെക്നോളജിയും ഡിജിറ്റൽ ഡിറ്റോക്സ് ഒന്നുമില്ല. കുട്ടികളുടെ ഒന്നും പറയാൻ ആർക്കും ഇല്ല. നമ്മൾ കണ്ടില്ലേ ഒരു കുട്ടി സൈക്കോളജിസ്റ്റുകൾ ഓട്ടിസ്റ്റിക്കാണെന്ന് പറഞ്ഞൊരു കുട്ടി ഇപ്പോൾ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കേരളത്തിലെ ഒരു കുട്ടി 10 ലക്ഷം രൂപയുടെ ഒരു സ്കോളർഷിപ്പ് കിട്ടിയെന്ന് പറയുന്നത് അവൻ്റെ കഴിവ് ഫൈൻഡ് ഔട്ട് ചെയ്തതാണ്. അതിനവൻ അവൻ്റെ ടെക്നോളജി യൂസ് ചെയ്തു അല്ലെങ്കിൽ ഡിജിറ്റൽ ടൈം യൂസ് ചെയ്തു എന്നുണ്ടെങ്കിൽ കുട്ടികളെല്ലാം മിടുക്കരാണ്. വി നീഡ് ടു ഗിവ് ദം. സോ ഞാനിപ്പോൾ കാപ്പി കൊടുത്തതിലേ നിൽക്കുന്നുള്ളൂ. ദെൻ വി ആർ റഷിങ് ബാക്ക്. ഓക്കെ, നീ കഴിക്കുന്നത് പോലെ ഒരു ടേബിളിൻ്റെ മുമ്പിൽ മൊബൈലിൽ നോക്കിയിരുന്നിട്ട് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ. സോ ഞാൻ എന്താ പറയുക, എൻ്റെ ജന്മം ഇങ്ങനെ ആയിപ്പോയല്ലോ, എനിക്കൊന്നിനും സമയം കിട്ടുന്നില്ലല്ലോ. നമ്മുടെ സമയം എന്ന് വെച്ചാൽ അവരെങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് കഴിക്കുമ്പോൾ നമ്മളൊന്ന് ചിരിച്ചിട്ട് നമ്മളിലോട്ട് സി ഇന്ദു യു ആർ വെരി ഗ്രേറ്റ് ബിക്കോസ് യു ഫീഡ് 3 people. യു ആർ ഫീഡിങ് പെറ്റ്സ് നോ, or you will be patting like this now. You're feeding your people no, why can't you pat? Okay, നിങ്ങളൊരു പെറ്റിന് പാറ്റ് കൊടുത്തിട്ടല്ലേ നിങ്ങൾ ഫുഡ് കൊടുത്തിട്ട് പോലെ അപ്പോൾ അത് വേവ് ചെയ്യുന്നത് വാലാട്ടുന്നത് അല്ലേ? നിങ്ങൾ ഫുഡ് കൊടുത്തിട്ട് പോകുന്ന നിങ്ങളുടെ ബെറ്റർ ഹാഫിനോ അവരുടെ അച്ഛനമ്മയ്ക്കോ നിങ്ങളുടെ അച്ഛനമ്മയ്ക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ അങ്ങനെ ഒരു പാറ്റ് കൊടുത്താൽ മതി. അതൊരു ഹാപ്പിനെസ് ആണ്, ടൈം സേവറാണ്. ഇനി ഇവിടുന്ന് തിരിച്ച് നിങ്ങളൊന്ന് പാറ്റ് ചെയ്തിട്ടാണ് പോകണമെങ്കിൽ എന്തമ്മ വാട്ട് ഹാപ്പൻഡ്, നോ ഐ ആം ലവ് യു. ക്ലിയർ? ഇത് എല്ലാ സമയത്തൊന്നും കിട്ടത്തൊന്നുമില്ല കേട്ടോ. ലവിൻ്റെ ഭാഗത്ത് റീപ്ലേസ് ചെയ്യാം നിങ്ങൾക്ക് എന്തുവാണെങ്കിലും. പക്ഷേ ഇത് നമ്മൾക്ക് വേണമെന്ന് വിചാരിച്ച് ചെയ്യുകയാണെങ്കിൽ സമാധാനമായിട്ട് ഓഫീസിലേക്ക് പോകുന്നു. പോണ വഴിയിൽ വാച്ച്മാൻ നിൽക്കുന്നു. ഞാൻ ഇവിടുത്തെ കാര്യം പറയാണ്. റഷ് ചെയ്ത് കയറാണ്. ഹലോ അങ്കിൾ, ഹൗ ആർ യു? എന്താപ്പോൾ ക്യൂട്ടാണല്ലോ ഇന്ന് ഒരു കുറച്ച് ബ്രൈറ്റ് ലുക്കിംഗ് ഉണ്ടല്ലോ. ബ്രൈറ്റ് ലുക്കിംഗ് ഇല്ലായിരിക്കാം. എന്താ അങ്കിൾ ബ്രൈറ്റ് ലുക്കിംഗ് ഉണ്ടല്ലോ എന്ന് മിനിമലിസ്റ്റിക് ആയിട്ട് ആ മനുഷ്യനൊന്ന് ഒബ്സർവ് ചെയ്യുന്നു. അയാൾ ആരും ആയിക്കോട്ടെ. ഓക്കെ, തിരിച്ച് താങ്കൾ പിറ്റേ ദിവസം വരുമ്പോൾ അയാൾ കൃത്യമായിട്ട് ഉടുപ്പൊക്കെ അങ്ങനെ ഇട്ടിട്ട് നല്ല ഫിറ്റായിട്ട് നിന്ന് തരും. He need a compliment from you. Everyone needed to be accepted by. Okay, that's a time. Your time rushing through, you're watching a person. Okay, uncle, ഭയങ്കര ക്യൂട്ട് ലുക്കിംഗ് ആണല്ലോ. Even I am telling you today na, Indu, your smile is so nice and naughty. Clear? Why I need to take that energy of your smile. ക്ലിയർ? കോംപ്ലിമെൻ്റ് എടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ അപ്രിസിയേഷൻ കൊടുക്കുന്നത് സിമ്പിൾ ഹാപ്പിനെസ് ആണ് ഡെയിലി ആക്ടിവിറ്റീസിൽ. ഓക്കെ, ഇനി നിങ്ങൾക്ക് നിങ്ങൾ ഭയങ്കര ഇന്ന് ഓക്കെ അല്ല, മൈൻഡിന് മൂഡില്ല, ഓക്കെ അല്ല. ഓക്കെ, സോ ഇറ്റ് വിൽ റിഫ്ലക്ട് ഓൾ യുവർ ആക്ഷൻസ്. ഓക്കെ, ഇത് ചേഞ്ച് ചെയ്യാൻ നമുക്കേ പറ്റുള്ളൂ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിലെ മൂഡ് ഓഫ് ആണെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു?
റിലാക്സ് ആൻഡ് ജസ്റ്റ് ഗെറ്റ് ഇൻ ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ഓഫീസിലുള്ള ആൾക്കാർ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ബെയർ ചെയ്യേണ്ട ആവശ്യമില്ല. Okay, because we are serving other people. Okay, Indu is working with the health industry, na? So you're serving the people with the pain. Painful people are coming to you. So your role is like an angel. Clear? So you have to fix your role in your profession. Okay. First role, I'm getting money. No. First role, I'm getting accepted by the management to give me this job. Clear? എന്നിൽ ഈ ജോലി നിക്ഷിപ്തമായിരിക്കുന്നതാണ്. അതെനിക്ക് തന്ന ഒരാൾ ഒരു വ്യക്തിയല്ല, ഒരു ഓർഗനൈസേഷനാണ്. ഐ ഹാവ് ടു റെസ്പെക്ട് ഹിം ഓർ ദാറ്റ് ഓർഗനൈസേഷൻ. ക്ലിയർ? യുവർ ഓർഗനൈസേഷണൽ ഹാപ്പിനെസ് ഈസ് ദെയർ ദെൻ ഗോയിങ് അബ്രോഡ്. ഒരാളോട് ഇനിയിപ്പോൾ മനുഷ്യനാണ് ഒരു പ്രോബ്ലം ഉണ്ടാക്കിയാൽ മൈക്രോ നോസ് ദാറ്റ് എവറി ടൈം ഐ വിൽ ഫീൽ സോറി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പറ്റിപ്പോയിട്ടാ സോറി. എൻ്റെ ഫോൾട്ടാണെങ്കിൽ ആ മൊമെൻറ്റ് സോറി വരും. എൻ്റെ പിന്നെ അവർ പറയാറുണ്ട്, നോ പ്രോബ്ലം മാം, ആക്ച്വലി ഇറ്റ്സ് എ പ്രോബ്ലം ബിക്കോസ് ഐ ഫീൽ ഇറ്റ്സ് എ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ അത് പോട്ടിപ്പോൾ എനിക്ക് മാറി. ഇവൻ ദോ ഐ എം ട്രേഡിങ് ദ ടെസ്റ്റ് ടുഡേനാ ഐ ആസ്ക്ഡ് 3 to 4 times to Gopika, is it okay? Is it okay? Is it okay? Like that. No, I know that it's okay. But I give her that concept that mom is asking me the opinion to make my opinion. She's taking my opinion for this, no? I'm not confident in my own level. ayadukondalla. I'm giving that priority to her on my selection, on my personal wardrobes to her. And she feels sort of better. What she said, I'll use it now. That means that I need my crew need to be happy to deal me today. Then only I'll be happy. So I'm deciding that my happiness in that level. ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ വട്ടായി പോകുന്നു ചിലപ്പോൾ എന്തുകൊണ്ട് തോന്നാം. ഇങ്ങനെ ചിന്തിച്ചാൽ നമ്മളൊരു ഫെദറായി മാറും. ലൈക്ക് നമ്മൾക്ക് വെയിറ്റ്ലെസ് ആവും. ഓക്കെ, ഇനി പോന്നേ വൈകിട്ട് വീട്ടിൽ പോവാം. റഷ് ചെയ്ത് ഇന്ദു ചോദിച്ച പോലെ വീട്ടിലേക്ക് പോവാണ്. ഓക്കെ, ഓഫ് കോഴ്സ് കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടാവും അല്ലേ. നമ്മൾ അവിടുന്ന് ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്യുമ്പോൾ ഒരു ഗാർഡൻ ഏരിയ. സോ ജർമ്മനിയിലെ കുട്ടികളിൽ മെൻ്റൽ ഹെൽത്ത് കൂടുതലുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത് പബ്ലിക് കമ്മ്യൂണിറ്റി സ്പേസുകൾ കൂടിയിട്ടുണ്ട്. നിങ്ങൾ വളരെ ബ്ലെസ്സഡ് ആയിട്ടൊരു സ്ഥലത്താണ് ഉള്ളത്. ഉറപ്പായിട്ടും ചൂടും തണുപ്പോ അതിനെ ബാധിക്കുന്നുണ്ട്, ഉറപ്പാണ്, എനിക്കറിയാം. പക്ഷെ നോക്കൂ, നമ്മൾക്ക് ഒരു കാര്യം ഇഷ്ടമാണെങ്കിൽ അത് ഏത് സമയത്ത് നമ്മൾ ചെയ്യില്ലേ? ചെയ്യും. ഓക്കെ, സൺലൈറ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ അതിന് പ്രിക്കോഷൻ എടുക്കും. ഞാൻ വിയർക്കുന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെ പോവില്ല എന്നതല്ല, എനിക്ക് ആ വിയർപ്പ് മാറണമല്ലോ, ഞാൻ കുറച്ചുകൂടെ അതിനോട് മാച്ചിങ് ആവണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പോവുകയാണെങ്കിൽ നമുക്ക് പോവാം. നമ്മുടെ കംഫർട്ട് സോൺ മാത്രമല്ല ആവേണ്ടത് ഹാപ്പിനെസ്സിന്. എല്ലാ കംഫർട്ട് സോൺ നോക്കിയിട്ട് ഹാപ്പിനെസ് കിട്ടലില്ല. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുക, ഞാൻ ഗാർഡനിൽ പോവാം. നമ്മളെല്ലാവരും നിങ്ങളെല്ലാവരും ഒരു ഗാർഡൻ പോയാൽ കാണുന്നത് എന്തായിരിക്കും? എല്ലാവരും ഇതിലായിരിക്കും. I will recommend it to the government or whatever it is. ഞാൻ ഇവിടുത്തെ മനുഷ്യരെയൊക്കെ ഭയങ്കര റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. കാരണം എനിക്ക് ജീവനായതിന് കാരണം വെച്ചാൽ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണെന്നറിയോ ഒരു സാധനത്തിന് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ അവരെടുക്കുന്ന നിലപാട്. എനിക്ക് തോന്നുന്നു ഭരണാധികാരി തൊട്ട് എൻ്റെ വരെ ആ ലീഡർഷിപ്പ് ഉണ്ടായിരിക്കും ഇല്ലേ. ഐ വിൽ റെക്കമെൻഡ് ദാറ്റ്. ഐ മീൻ മൊബൈൽ ഫോൺ ജാമറുള്ള ഗാർഡൻ വേണം. ഒരു ഗാർഡനിൽ പോയാൽ മൊബൈൽ ഫോൺ വർക്കാവാൻ പാടില്ല, പ്ലീസ്. ചിലപ്പോൾ പറയാമായിരിക്കും നിങ്ങളുടെ പേഴ്സണൽ ടൈമിലോട്ടുള്ള കടന്നു കയറ്റല്ലേ എന്ന്. നിങ്ങൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ എന്തുകൊണ്ട് ഉപയോഗിക്കാത്ത? ലിമിറ്റഡ് ആണല്ലോ നമ്മൾക്ക്, അവിടെ സർവീസ് ഇല്ല അല്ലേ. ഫ്ലൈറ്റിൽ നമ്മൾ എന്താ ചെയ്യണത്? ഇപ്പം ഞങ്ങൾ വന്നത് എമിറേറ്റ്സിൽ ഞങ്ങൾ കണ്ടു, ലോകത്തില്ലാത്ത പാട്ടുകളൊക്കെ ഞാൻ അവിടെ നിന്ന് കേട്ടു, കുറേ അങ്ങ് ഉറങ്ങി. ഞാൻ ഗോപികയോട് ഒത്തിരി അധികം സംസാരിച്ചു. ഓക്കെ, ഞാൻ അടുത്തിരുന്ന് അതിനൊക്കെ നോക്കുന്നു, അപ്പുറത്തിരുന്ന് എല്ലാവരെയും നോക്കുന്നു, ഹായ് പറയുന്നു, അവർ കഴിച്ചു നോക്കുന്നു. ആ സ്പേസ് എന്നെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ അനുവദിച്ചില്ല. ഞാൻ വേറെ കുറേ കാര്യങ്ങൾ ചെയ്തു അല്ലേ. അങ്ങനെ ഒരു ഗാർഡനിൽ ഒരു കമ്മ്യൂണിറ്റി സ്പേസ് ഉണ്ടായാലേ ജർമ്മനിയിലെ പോലെ മനുഷ്യന്മാർ തമ്മിൽ ഇടപഴക്കൊണ്ട്. ഇപ്പം ഇന്ദു തന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഹാരിഫും ഇന്ദുവും ഷെരീഫും എല്ലാവരും ഷാഫിയും ഒക്കെ ചേർന്നൊരു വലിയ ക്രൂ ആഗ്രഹിക്കുന്നത് ഹാപ്പിനെസ് കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഇപ്പം ഇന്ദു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ലല്ലോ. ഇല്ല. എന്തുകൊണ്ടായിരിക്കും? വി ആർ എൻഗേജ്ഡ് ടുഗദർ ബൈ എ ഹ്യൂമൻ ബുക്കിനാ ഇസ് ഇറ്റ്. അപ്പോൾ നമ്മൾ പറയും നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കുന്നത് മൊബൈൽ ഫോൺ വെച്ചുകൊണ്ടിരിക്കാനല്ല അല്ലേ. നമ്മൾക്കിപ്പോൾ ഇരിക്കുന്നതിന് ഉദ്ദേശമുണ്ട്. ഇതുപോലെ വിഷൻ സെറ്റ് ചെയ്യുക. വീട്ടിൽ മാത്രമല്ല, കമ്മ്യൂണിറ്റി സ്പേസിൽ. വീട്ടിൽ പറ്റത്തില്ല, വൈഫൈ ഓഫ് ചെയ്താൽ കുട്ടികൾ വയലൻ്റ് ആവുന്നു, എനിക്ക് മനസ്സിലാക്കുന്നു. കുട്ടികൾക്ക് പഠിക്കാനുണ്ട്, ടീച്ചേഴ്സ് നോട്ട് അയക്കുന്നത് വാട്സപ്പിലാണ്, എല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, പബ്ലിക് ഏരിയയിലോ ഇല്ല. സോ വാക്കിംഗ് സ്പേസസ്
പോലെ തന്നെ ലിസണിങ് സ്പേസസ് ഉണ്ടാകണം ഹാപ്പിനെസ്സിന്. ഇനി ആരെ ലിസൺ ചെയ്യുന്നു നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇറ്റ്സ് അപ് ടു പേഴ്സൺ. ഓക്കെ. ഇനി ടോക്കിംഗ്, സംസാരിക്കാനുള്ളൊരു ഇടങ്ങൾ, എന്നാലല്ലേ കേൾക്കാൻ ഒരാളുണ്ടാവുള്ളൂ. അപ്പൊ സംസാരിക്കാൻ ജഡ്ജ്മെന്റിലില്ലാതെ സംസാരിക്കാനുള്ള ഇടം ഉണ്ടാവുന്ന സമയത്ത് ഹാപ്പിനെസ് എന്ന് പറയുന്നത് താനേ വരും. അപ്പം നമ്മൾ പറയും ഇന്ന് മറ്റേ ആളെ കാണും കേട്ടോ, നമുക്കൊന്ന് കുറച്ച് സമയം സംസാരിച്ചിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ലൈക്ക് മൈൻഡഡ് ആയിരിക്കും. ഇന്ദു വന്നിട്ട് ഹാരിഫിനോട് സംസാരിക്കുന്നത് എബൌട്ട് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ആയിരിക്കും, ഞാൻ വന്നിട്ട് സംസാരിക്കുന്നത് മെൻ്റൽ ഹെൽത്ത് ആയിരിക്കും. അപ്പോൾ അത് സംസാരിക്കാൻ കേൾക്കാൻ ഒരാളല്ലേ എൻ്റെ അടുത്തിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഇതേ എടുക്കണം ചുമ്മാ അത് സൈക്കോളജി അല്ല കേട്ടോ, മൈൻഡ്ഫുൾനെസ് പറയുന്നത് വെച്ചാൽ ഇവരെന്തോ പറയുന്നത് നോക്കാം. അപ്പം ഞാൻ അത് പറയില്ലല്ലോ. പിന്നെ എനിക്ക് ഇപ്പം ഞാൻ സംസാരിക്കുന്നത് 20 വയസ്സുള്ള ഒരാളോടാണെങ്കിൽ 46 വയസ്സുള്ള എനിക്ക് പ്രായം എത്രയാവുന്നൊന്ന് പറയാവോ? മാം ആ ഒരു മിഡ് റേഞ്ചിൽ വരും. ബിക്കോസ് യു ആർ ട്രൈങ് ടു ബ്രിങ് 20 വയസ്സുള്ള ഒരാളായി മാറണം. ഓക്കെ. അല്ലെങ്കിൽ പിന്നെ കമ്മ്യൂണിക്കേഷൻ ട്രാൻസിഷൻ വരില്ലല്ലോ. ഞാൻ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ വന്നിട്ട് പറയാം, പഠിച്ചോ, എത്ര മാർക്കുണ്ട്, ഞങ്ങൾ 80 കിഡ്സ് ഒക്കെ ഇവിടെ വരെയൊക്കെ എത്തി, അറിയോ, നിങ്ങളിങ്ങനെ ഇതിലൊക്കെ പിടിച്ച് നടക്കല്ലേ, ദേ എടുക്കണമെന്ന് പറഞ്ഞ് തിരിച്ചടിച്ചങ്ങ് പോകും. ഓക്കെ, ദേ വന്നേക്കുന്നു. ഞാൻ എപ്പോഴും പറയാറുള്ള തള്ള വൈബ്, തന്ത വൈബ്, അങ്ങനത്തെ ഒരു വൈബേ ഇല്ല. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, എന്തുണ്ട് വിശേഷം, ഗെയിം എങ്ങനെയുണ്ട്, കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, പഠിത്തമൊക്കെ എല്ലാം അങ്ങ് മാറ്റി വയ്ക്കുക. അവൻ്റെ ഇൻട്രസ്റ്റഡ് ഏരിയയെക്കുറിച്ച് കേൾക്കുക. ഇല്ലെങ്കിൽ പിന്നെ പറയാൻ ആളുണ്ടാവില്ലെന്നേ. എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ലിസണിങ് ചെയ്യുന്നത്. ഇപ്പം ഇന്ദു ചോദിക്കുന്ന ചോദ്യം ഇന്ദുവിനും കൂടി ഇഷ്ടപ്പെട്ടൊരു ഒബ്ജക്റ്റ് ആയതുകൊണ്ടല്ലേ ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എന്തേലും പറയാനല്ല, നിനക്ക് ഇഷ്ടമുള്ള കാര്യം പറ. അത് പ്രണയമാകാം, വിരഹമാകാം, സിനിമയാകാം, സംസ്കാരമാകാം, നാടാകാം, ഗാസയാകാം, ഫലസ്തീനാകാം, പൊളിറ്റിക്സ് ആകാം, നിനക്കിഷ്ടമുള്ള പറ, നമുക്ക് കേൾക്കാം. ഇനിയിപ്പോൾ ഒരാൾക്ക് ഇഷ്ടമുള്ള പറഞ്ഞാൽ എന്താ കിട്ടണേ ഇന്ദുവിന്? അയാളുടെ ലൈഫ് മൊത്തം കിട്ടും. കണക്ഷൻ വരും. ആ കണക്ഷൻ നമുക്കൊരു USB കിട്ടും. അവിടെയാണ് ഞങ്ങളുടെ സീറോ സ്പേസ് വർക്ക് ചെയ്യുന്നത്. എല്ലാവരും ചോദിച്ചു സീറോ സ്പേസ് ഒരു 4 കെട്ട് കേരളത്തിൽ സയന്റിഫിക് ലിസണിങ് ഹബ് എങ്ങനെ വരും, അതൊക്കെ നടക്കുമോ? സോ നടക്കും. ബിക്കോസ് ഞാനവിടെ പറ, നിന്റെ പ്രശ്നങ്ങൾ പറ എന്നല്ല പറയുന്നത്, ഇഷ്ടമുള്ള കാര്യം പറയും, മാം കേൾക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ കേൾക്കാം. അവൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നിന്ന് ചിലപ്പോൾ അവൻ കരയും, ചിലപ്പോൾ കൂടുതൽ ചിരിക്കും, ചിലപ്പോൾ സ്റ്റക്കായി നിൽക്കും, ചിലപ്പോൾ അട്ടഹസിക്കും, ചിലപ്പോൾ സൈലൻ്റ് ആവും. അവിടെയാണ് ഒരു മെൻറ്ററുടെ റോൾ. ആ റോള് ഞങ്ങൾ പിക്ക് ചെയ്യുന്നതാണ് ഞങ്ങളുടെ USB. ഓക്കെ, സീറോ സ്പേസിൻ്റെ USB. ഇത് പിക്ക് ചെയ്തിട്ട് അവരെ വെറുതെ വിടുക, കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക. 100 വർഷം പഴക്കമുള്ള ഒരു വലിയ ഒരുപാട് ഡിസിഷൻ എടുത്തിട്ടുള്ള ഒരു സ്ഥലം, മേലി ഫ്ലോസ്. മേലിൽ നിന്ന് മഴ പെയ്താൽ നീ മഴ കൊള്ളണം, സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ സൂര്യപ്രകാശം ഉണ്ടാവണം, AC റൂമുകളില്ല, പ്രകൃതി ഉണ്ട്, മണ്ണുണ്ട്, നടക്കാം, ഇരിക്കാം, മഴ കൊള്ളാം, രാത്രി മിന്നാമിന്നി വരും, വേണമെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് വായി നോക്കിയിരിക്കാം, ഒന്നുമില്ല. പക്ഷേ ഞാൻ എടുക്കുന്ന ആ ഒരു പോസ് ഉണ്ടല്ലോ, അതാണ് പിറ്റേ ദിവസത്തെ എൻ്റെ ജോലി. നീ വിതിമ്പിയ സ്ഥലത്തു നിന്ന് നമുക്ക് അടുത്ത കഥ തുടങ്ങിക്കോളൂ. ഇങ്ങനെ പറഞ്ഞു തീരുമ്പോൾ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് എന്താണ്ട് ഒരു ആശ്വാസം കിട്ടിയെന്ന്. I will be your Zambiloni. ഞാൻ നിനക്ക് പുതപ്പാവും. അത് മഴയുടെ വേണോ തണുപ്പിന്റെ വേണോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വേണ്ടുന്ന കേൾക്കാനൊരിടം. പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിനക്ക് ഇഷ്ടമുള്ളത്. ഇതാണ് സയൻറ്റിഫിക്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പോലും ഞങ്ങൾ സയൻറ്റിഫിക് ആക്കി കൺവേർട്ട് ചെയ്യാം. ഐ എം റിക്വസ്റ്റിംഗ് യു പീപ്പിൾ ഓൾസോ, ദ കമ്മ്യൂണിറ്റി ഏരിയാസ് യു ഹാവ് ടു ഡെവലപ്പ്. ഓക്കെ, കുറേ മലയാളികൾ അല്ലെ, മലയാളികൾ എന്നത് മാത്രമല്ല മനുഷ്യന്മാർ അല്ലേ, വേദനകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യന്മാർക്ക് വെറുതെ നിങ്ങൾ കേട്ടിരിക്കുക. ജഡ്ജ്മെന്റിലൊന്നും വേണ്ടാന്ന്, അതിന് ക്യാമ്പുകളും വേണ്ട. ഓക്കെ, വീക്കിലി വൺസ് എവിടെയെങ്കിലും കൂടോ, സാമൂഹികം, രാഷ്ട്രീയം, മതപരം ഒന്നും വേണ്ട. മനുഷ്യത്വം, സിംപിളി ലവ്. യെസ്റ്റർഡേ ഞാനൊരു ഒരു മനുഷ്യനെ കണ്ടു എന്നല്ലേ, നെയിം ഐ ആം ടെല്ലിങ് നാ, ഐ ഡോണ്ട് നോ ഹു ഹി ഈസ്, ബട്ട് ഭയങ്കര ക്ലിയർ ലവ്. ഓക്കെ, ഈസ് എ വെരി മില്യണിയർ ബിസിനസ് ഗൈ, ബട്ട് സിംപ്ലി സ്മൈലിങ്, ചുമ്മാ നിങ്ങൾക്ക് ചിരിക്കുവാണ്. ഒരു കാര്യം പറഞ്ഞിട്ട്, and he's meditating a lot, and he's in yoga, and he's in love, and I'm quite thinking about it, no. എൻ്റെ കൂടെ വന്നവർ ചോദിച്ചു എങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ സിമ്പിൾ ആകാൻ പറ്റുന്നുണ്ട്. ഞാൻ പുള്ളിയോട് ചോദിച്ചു, യു ആർ ഇൻ ദിസ് പൊസിഷൻ, വൈ യു സിമ്പിൾ ലൈക്ക് ദിസ്, നോ. ഈ സൈഡ് എനിക്ക് സിമ്പിളായിട്ട് തോന്നുന്നില്ല, ഞാൻ ഈ ടൈപ്പാണ്.
വൈ ഐ കമ്പയർ ദാറ്റ് ഇങ്ങനൊരു ഓണ്ടർപ്രിനർ ഇങ്ങനെ ആകണ്ടേ. ദാറ്റ്സ് എൻ്റെ കാഴ്ചപ്പാടിൻ്റെ തെറ്റാണ്. മനസ്സിലായില്ലേ? Yeah, we have defined ഈ ഒരു റോളിൽ ഇങ്ങനെ ഒരാളായിരിക്കണം. I said very good sorry. Sir, I'm sorry. Because എൻ്റെ കാഴ്ചപ്പാടിൽ എവിടെ ഒരു തെറ്റുണ്ടായി സാർ, എന്നോട് ക്ഷമിക്കണം. ഓക്കെ. And he was crying while I feel sorry. He said, why? Then he said, ഭയങ്കര ഡിഫറെൻ്റ് ഒരു മനുഷ്യൻ. ഓക്കെ. അല്ലെങ്കിൽ മനുഷ്യന്മാർ ഇങ്ങനെ ഒരാളുടെ അടുത്ത് ഇന്ന് കുറച്ച് സമയം പോയി സംസാരിക്കുന്നു ഇരിക്കട്ടെ, നമ്മൾക്ക് മഴ പെയ്യണ പോലെ തോന്നും അല്ലേ? മഴവില്ല് പിന്നീട് നമ്മുടെ കാര്യമാണ്, അത് നമ്മുടെ അടുത്ത കയ്യിലിരിപ്പാണ്. മഴവില്ലിൻ്റെ നിറങ്ങളും അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവണം അല്ലേ? ജഡ്ജ്മെൻ്റ് അല്ലാതെ കേൾക്കാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റി. ഒരു പക്ഷേ എൻ്റെ ഈ പോഡ്കാസ്റ്റ് അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു ഇന്ദു. കാരണം ഈ എന്തെങ്കിലുമൊക്കെ എനിക്കറിയുന്ന പറയുന്നതിനെക്കാട്ടിലേ എനിക്ക് എന്ത് ചെയ്തു തരാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഓക്കെ. ഓഫ് കോഴ്സ് എവറിത്തിങ് ഈസ് ബിയോണ്ട് ദാറ്റ്, ബിനീത്ത് ദ തിങ്സ് ആർ ദെയർ ഫോർ ഫൈനലി. നമുക്കറിയാം എല്ലായിടത്തിനും ഒരു കാര്യം ഉണ്ടാവും. പക്ഷേ ഇന്ദു നോക്കിക്കേ, ഒരു സാറ്റർഡേ സൺഡേ ഒരു ഫ്രൈഡേ ഈവനിങ്, ഇന്ദുവിനറിയോ സൺഡേ മോർണിംഗ് എങ്ങോട്ട് പോകാൻ എവിടെ പോകണമെന്ന് അറിയാത്ത കുറേ പേര് എനിക്കറിയാം ഇവിടെ ഉണ്ട്. നമ്മൾ എന്താ പറയുക, ഒരു എക്സ്പെർട്ട് ലൈഫിൻ്റെ ഒരു ഭാഗമാണത്. ഒരുപാട് സിംഗിൾ പാരൻസ് ഉണ്ട് ഇവിടെ, ഒരുപാട് ബാച്ചുലർ ലൈഫ്സ് ഉണ്ട്. ഓക്കെ. അപ്പോൾ നമുക്കൊരു നല്ലൊരു സ്പേസ് അങ്ങനെ ഉണ്ട്, വേർ വി വിൽ ബി ഹേർഡ് ആണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഹബ്. വി ക്യാൻ ഇനി ഞങ്ങളുടെ ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് പ്രോജക്റ്റ് എന്നുള്ള ഭാഗത്തിൽ വി ആർ ഓൾസോ ലുക്കിംഗ് ഇൻ ടു ഇറ്റ്. I feel that one now why I am just present in this podcast based on your future vision. Okay. Yes. Because നിങ്ങളിൽ ഒരു വിഷൻ ഉണ്ട്, നിങ്ങളിൽ എല്ലാവരിലും ഒരു സോൾ ഉണ്ട്. സോൾ ഉള്ള സ്ഥലത്ത് ഹാർട്ട് ഉണ്ടാവും, ഹാർട്ടുള്ള സ്ഥലത്ത് വേർഡ്സ് ഉണ്ടാവില്ല, ആക്ഷൻസ് ആണ് ഉണ്ടാവുക. തോട്ടുള്ള സ്ഥലത്താണ് വേർഡ്സ് ഉണ്ടാവുക, ഹാർട്ടുള്ള സ്ഥലത്ത് ആക്ഷനാണ് ഉണ്ടാവുക. ഓക്കെ. നിങ്ങൾക്ക് ഹൃദയമുണ്ട്. അങ്ങനെ ഒരു സംവിധാനം നിങ്ങൾ വലുതാക്കി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു പാർട്ട് ആൻഡ് പാർസൽ ആകാനും തുടക്കം കുറിക്കാനും ഒക്കെ കഴിയാമെന്ന് വെച്ചാൽ is most blessed from the heart. Okay. And what we can do is that you have to propose in the sense, when my podcast from Kerala is broadcast at the Sametha, I received 50+ calls from Dubai itself. Middle class youngsters, middle-aged ladies, single girls, single parents ആണ് എനിക്ക് കൂടുതൽ വന്ന കോൾ. And I was so grateful. Yesterday also met her and I feel, when she hugged me, I feel so proud because she said, I got an answer. But ആ ആൻസറിൽ എനിക്ക് മനസ്സിലായത്, എനിക്കൊരു കൗൺസിലറിനെ അല്ല മെറ്റ് ചെയ്തത്. ഓക്കെ. അല്ലെങ്കിൽ കൗൺസിലിംഗ് ഒരു നോട്ട് ബാഡ് ജോബ് അല്ല, ഇറ്റ്സ് എ വെരി ഗോഡ്ലി ജോബ്. ഓക്കെ. ഒരാളെ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ദൈവികതയുള്ളവർക്ക് അത് കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. കാരണം ഞാൻ ഇന്ദുവിനോട് സംസാരിക്കുമ്പോൾ ഞാനായിട്ടല്ല ഇരിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ ഇന്ദുവിൻ്റെ പ്രായത്തിലേക്ക് ഞാൻ തിരിയാന്നുള്ള. 30+ ആയിട്ടുള്ള ഒരു യങ് വെരി അമേസിങ് വെരി ബ്യൂട്ടിഫുൾ ഒരു ഗേൾ എങ്ങനെ ചിന്തിക്കും, ആ ലെവലിലേക്ക് ഞാൻ ഇരിക്കണം. അതാണ് ഒരു ലിസണിങ്ങിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. അങ്ങനെ ഒരു ക്വാളിറ്റിയോടുകൂടി നിങ്ങൾ ഇരിക്കുന്നു എന്നിരിക്കട്ടെ. അതിന് വലിയ ക്വാളിഫിക്കേഷൻസ് ഒന്നും വേണ്ട. ഒരു മനുഷ്യൻ്റെ മനസ്സ് അയാൾക്ക് അറിയുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മതി, അല്ലെങ്കിൽ ഉള്ളെങ്കിലും ഒന്ന് നനയുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ അതാണ് ഹാപ്പിനെസ് കമ്മ്യൂണിറ്റി എന്നുള്ളത്, നിലയുടെ ഡ്രീം. ഓക്കെ. അല്ലെങ്കിൽ എൻ്റെ ഡ്രീം എന്ന് പറയുമ്പോൾ ജഡ്ജ്മെൻ്റൽ അല്ലാതെ വൺ കോൾ കെയിം, എനിക്ക് ഈ ലോകം മടുത്തു. ഓക്കെ. എനിക്ക് ഡ്രഗ്സിൽ നിന്നൊന്ന് മാറണം. ഓക്കെ. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഫാമിലി വേണം, എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ കൂട്ടുകാരെ എനിക്ക് പറ്റുന്നില്ല. ഓക്കെ. പക്ഷെ അവരെ കുറ്റം പറയാൻ പറ്റില്ല, ഞാനാണല്ലോ അവരുടെ കൂടെ താമസിക്കുന്നത്. എനിക്ക് മാറാൻ പറ്റില്ല, എനിക്ക് പൈസയില്ല. എനിക്ക് ഒറ്റയ്ക്ക് മാറണമെങ്കിൽ നമ്മുടെ ഇവിടെ കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ മുഴുവൻ പൈസയും പോയി എനിക്ക് നാട്ടിലെ കുട്ടികളെ വളർത്താൻ പറ്റില്ല, നാട്ടിൽ എൻ്റെ പെണ്ണിന് കൊടുക്കാൻ പറ്റില്ല, എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. സോ കോൾഡ് എന്ത് ചെയ്യാം മാഡം? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ബൈ ഓൺലൈൻ. ഹോട്ടൽ കോൾ, എൻ്റെ നമ്പറാണ്. എനിക്ക് ദർ ഇസ് നോ, എനിക്ക് ഇനഫ് ഐ എം ഹാവിങ് എ കോർ ടീം വിത്ത് മീ, ഐ എം ബ്ലസ്ഡ് വിത്ത് എ കോർ ടീം നോ, ബട്ട് എൻ്റെ നമ്പർ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ കോളിങ്, ദൈവമേ നിങ്ങളാണോ ഫോൺ എടുക്കുന്നത്? ഓക്കെ. ഓക്കെ. ടെൽ മീ വൈൽ ഐ എം കോളിങ് എ സ്ട്രേഞ്ചറിനോ? ആഹാ പറയേ എന്ന് പറയാം. ഇത് മാമാണോ? പറമാ, പ്ലീസ് സ്പീക്ക് ടു മീ. ഓക്കെ. ദെൻ ദർ വിൽ ബി എ ഹൗളിങ്. ഐ എം എ വെരി ഗ്രേറ്റ്ഫുൾ പേഴ്സൺ. ഓക്കെ. മാം ഫോൺ അറ്റൻഡ് ചെയ്തോ എന്ന് ചോദിക്കും. ഓക്കെ. ഓക്കെ ഫൈൻ. നിങ്ങൾ അറിയണം, അപ്പുറത്തുനിന്ന് കേൾക്കാൻ പറയുമ്പോൾ അപ്പുറത്തുനിന്ന് കരച്ചിലാണ് വരുന്നത്. കേരളത്തിൽ നിൽക്കുന്ന എന്നെ ദുബായിൽ നിന്ന് വിളിച്ചിട്ട് കരയാണ്. ഓക്കെ. ഞാൻ അവിടെ കാണാനാണ് വന്നത്. ഓക്കെ.
അല്ലേ? അപ്പോൾ കണ്ണിങ്ങനെ നിറഞ്ഞിട്ട് ഒരാൾ ഹഗ് ചെയ്യണം ഒരാളിനെ. ഓ മൈ ഗാഡ്, ഐ മീറ്റ് യു. ക്ലിയർ? സോ ഫാർ ജഡ്ജ്മെൻ്റൽ ആകാതെ ഒരാളെ കേൾക്കാൻ ഒരു സ്ഥലം വേണം. ഒരു പെൺകുട്ടിക്ക് ഒരു പോസ്റ്റ് മാരിറ്റൽ റിലേഷൻഷിപ്പ് വന്നാൽ അയ്യോ നീ വളർന്നു വന്നത് ഇങ്ങനെ അല്ലല്ലോ ഇങ്ങനെ പറയുന്ന കൗൺസിലേഴ്സിനെ എനിക്കറിയാം. സോ കോൾഡ് പീപ്പിളിനെ എനിക്കറിയാം. സോ കോൾഡ് ഇസത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ഞാൻ അവരൊന്നും ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ പഠിച്ചത് അവരെന്ത് ചെയ്തു? അവർ പഠിച്ചില്ല, റീലേൺ ചെയ്തില്ല, അൺലേണും ചെയ്തില്ല. പഠിച്ച സാധനത്തിൽ ഡിഗ്രി എടുത്തിട്ട് പെട്ടെന്ന് പോയിട്ടൊരു ഇൻസ്റ്റാഗ്രാം ID ഉണ്ടാക്കുക, സർട്ടിഫിക്കറ്റ് കിട്ടിയുള്ളൂ നോക്കുന്നില്ല, ജീവിതങ്ങളെ തിരിച്ചറിയുന്നില്ല, ഫീൽഡിൽ വർക്ക് ചെയ്യുന്നില്ല, മനുഷ്യൻ്റെ മനസ്സിൻ്റെ കൂടെ നിന്നിട്ട് അതിൽ വർക്ക് ചെയ്യുന്നില്ല, സൂയിസൈഡ് ചെയ്ത ആളുകളെ കാണുന്നില്ല, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഫാമിലി പോയിട്ട് വിസിറ്റ് ചെയ്തിട്ട് ആ കണ്ണുനീര് കാണുന്നില്ല. ഇങ്ങനെയൊന്നും കാണേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ഇതൊക്കെ കാണേണ്ട ആവശ്യമുണ്ട്. മനസ്സിലായില്ലേ? ഞാനൊരു ശീതീകരിച്ച മുറിയിലിരുന്നിട്ട് ഞാനൊരു സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റിന് ഇത്ര രൂപ കൊടുത്തിട്ട് കം ഐ വിൽ ഹീൽ യുവർ പെയിൻ. യു ക്യാൻ ഹീൽ ഇറ്റ് ബട്ട് യു കുഡ്ന്റ് ഏബിൾ ടു മെൻറ്റർ ദം. ക്ലിയർ? ലൈഫ് ലോങ് അവരെ നമ്മുടെ ആവശ്യമില്ലാതെ അവർ തന്നെ ഓടിപ്പോണം അല്ലേ? ഒരു 3 സെഷനിൽ കൂടുതൽ ഒരു സിമ്പിൾ കാര്യത്തിന് ഒരാൾ വന്നാൽ നിങ്ങൾ നല്ലൊരു മെൻറ്ററേ അല്ല. അപ്പോൾ ഈ നിലയിലേക്ക് what we can do is that in that sense I am just identifying the happiness journey in you is that what we fix it for the children. ഓക്കെ, ഇങ്ങനെയുള്ള ലിമിറ്റഡ് ടൈമിങ്ങിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ കുറച്ച് ആളുകളെയൊക്കെ കണ്ട് ഒരു ഹായ് പറഞ്ഞു. നമ്മൾ മാർക്കറ്റ് ഷോപ്പിംഗ് മാളിൽ പോവില്ലേ, മലയാളിയാണോന്നോ അല്ലെങ്കിൽ നമുക്കൊരാളെ കാണുമ്പോൾ അറിയാമായിരിക്കുമല്ലോ. ഹായ്, എവിടുന്നാ? ഇത് പാലക്കാടുന്നാ, ട്രിവാൻഡ്രം. Today no, for the last 3 days I asked so many people. Yesterday I went to a big company and I asked, you look so gorgeous as a Malayali. എവിടുന്നാ? ഓ, ഐ എം ഫ്രം കോട്ടയം മാഡം. തൊട്ടടുത്ത മൊമെൻറ്റിൽ നമ്മൾ അവിടെ പോകുന്നൊരു ഗസ്റ്റായിട്ടാണ്. അവർ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് ഒരാളിനോട് എന്തിനു ഇങ്ങനെ പറയണം? ഓക്കെ, എൻ്റെ ലാസ്റ്റ് വിസിറ്റിൽ ഞാനൊരു ഉമ്മൽക്കോയിമിലെ ഒരു സ്കൂൾ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ അവിടെ ഫ്രണ്ട് ഓഫീസിൽ സ്റ്റിൽ മേ ബി അവൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവളെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാവും. ഓക്കെ, കാരണം അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അവൾക്ക് എന്നെ ഇഷ്ടമാണ്, അവളിവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവളിത് കേൾക്കുമ്പോഴേ ഭയങ്കരമായിട്ട് തുള്ളിച്ചാടുമായിരിക്കും. അവൾ തുള്ളിച്ചാടുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ അവൾക്കൊരു ബേബിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവളിങ്ങനെ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ എന്നെ ഗസ്റ്റാണ്, ഞാൻ സ്കൂളിലേക്ക് ഫോർ എ ടോക്ക് ഐ എം കമ്മിങ് വിത്ത് മൈ ക്രൂ മെമ്പേഴ്സ്. എന്തപ്പോൾ ഇങ്ങനെ ഇരിക്കണേ ഞാൻ ചോദിച്ചു. ഞാനിങ്ങനെ റഷ് ചെയ്യുന്നിടത്ത് ഒരാൾ സങ്കടത്തിലിരിക്കുകയാണ്. എന്തിപ്പോൾ ഇവിടെ ഇരിക്കണേ? ദെൻ വിത്തൗട്ട് ഹെർ പെർമിഷൻ ഐ ടച്ച് ഹെർ ഹെയർ. ഓക്കെ, മലയാളിയാണല്ലോ എന്ന് ചോദിക്കാം. ഓക്കെ, യു ലുക്ക് സോ ഗോർഷ്യസ്, യുവർ ഹെയർ ഈസ് സോ നൈസ്. പറയും, മാ മലയാളിയാണല്ലേ? ഓഹ്, എവിടുന്നാ? ട്രിവാൻഡ്രം നോ? അപ്പോൾ ഷീ ആസ്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐ എം റിയലി ഹാപ്പി. കുറേ പേര് എന്നെ കടന്നുപോയി, ആരും എന്നോട് ചോദിച്ചില്ല എന്ന് വെച്ചു. ആൻഡ് സീ വൺ തിങ്, ഞാൻ പോവാ സമയത്ത് എനിക്ക് ആ കുട്ടിയെ അറിയില്ല, പിന്നീടാണ് അറിയുന്നത്. ആൻഡ് മാം എവിടെയാണ്? ഇവിടെ ഇവിടെ ഒരിടത്തും ഇല്ല, ഗസ്റ്റ് വിസിറ്റർ. ഓക്കെ, ഗിവ് മൈ കാർഡ് വിത്തൗട്ട് ഹെർ റിക്വസ്റ്റ്. ഓക്കെ, എപ്പോഴെങ്കിലും എന്തെങ്കിലും വിഷയം വന്ന് എന്നെ വിളിക്കാം. ഓക്കെ, എനിക്കറിയില്ല അയാൾ എന്നെ വിളിക്കുമെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഇപ്പം നീ ടെൻസ്ഡാണ്, കൂളായിട്ടിരിക്കുക, ജോലിയൊക്കെ കിട്ടും, ഇൻ്റർവ്യൂ സൂപ്പറാക്കാം. ആൻഡ് ഷീ സെഡ്, ഞാൻ കലാമണ്ഡലത്തിൽ പഠിച്ച ആളാണ്, ഇവിടെ കലാമണ്ഡലത്തിലെ ക്വാളിറ്റി ഒന്നും വേണ്ടമ്മാ, ഇംഗ്ലീഷാണ് വേണ്ടത്. ഓക്കെ, കലാമണ്ഡലത്തിലെ ക്വാളിറ്റി കണ്ടെത്ത്, അതുവരെ നീ ജോലിക്ക് പോരുത്. ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ബിക്കോസ് എൻ്റെ പാഷൻ, കളരി ആൻഡ് ഓൾ യു ക്യാൻ ഗോ ത്രൂ. ഈ മണ്ണ് നിന്നെ കൈവിടില്ല. ആൻഡ് ഐ വെൻറ്റ് ബാക്ക്. Later 2 days after, he messaged me, Mom, I am here, this is my name, I am so happy, I want a hug from you. Clear? അപ്പോൾ ഞാൻ എവിടെ വരും ഹഗ് ചെയ്യാൻ? എനിക്കറിയില്ലല്ലോ സ്ഥലം. ഓക്കെ, ഗിവ് മീ ഹഗ് ഇൻ ദെയർ. ഓക്കെ, ഐ എം വിത്ത് യു, യു ക്യാൻ ജസ്റ്റ് ഡു സ്റ്റാർട്ട് ദ റിലേഷൻഷിപ്പ് ദെയർ. യു നോ വൺ തിങ്, last 1.5 years I receive a call from her. Okay, I don't know who she is still. Okay, she gave birth to a baby. You know one thing, she called me, എനിക്കൊരു ബേബി ഉണ്ടായി, എനിക്ക് ജോലി കിട്ടി, and I refer her to a company. She have done amazing job, and then she relieved from 1 year back and she left me to marriage and all things. See, അവളുടെ ലൈഫിൽ ഓരോ ഹാപ്പി മൊമെൻറ്റും അവൾ എന്നെ ഇപ്പോഴും നോട്ട് ചെയ്യാറുണ്ട്. എനിക്കറിയില്ല ആ കുട്ടി എന്തിനത് ചെയ്യുന്നു എന്നത്. Why? Because the action need to start from first stage of touch or consider a person, man. ആരാണ് അപ്രീഷിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്തത്? അത് തന്നെയാണ് എൻ്റെ ഹാപ്പിനെസ്.
ഓക്കെ. ഞാൻ വെറുതെ അല്ല പറയുന്നത്, ഇതെൻ്റെ ആക്ഷനിലും എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലും എന്നെ കാണുന്ന എല്ലാവരിലും ഞാൻ കൊടുക്കാറുണ്ട്. കാരണം ഇതെനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടാത്ത സാധനത്തിൻ്റെ വാല്യൂ എനിക്കറിയാം. ഇറ്റ്സ് വെരി ട്രൂ. ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് ഇനി വരുന്നൊരു സ്റ്റേജിൽ നമ്മൾക്ക് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവണം, വെർ ദർ ഇസ് എ ലിസണിങ് സ്പേസ്, വെർ ദർ ഇസ് എ സ്പേസ് ടു ടോക്ക്, ഒരു ഹാപ്പിനെസ് ഹബ്ബ് പോലെ തന്നെ ഒരു ലോഫ്റ്റ് എന്നുള്ള സീരീസിൻ്റെ അണ്ടറിൽ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ കുറച്ച് പോഡ്കാസ്റ്റുകൾ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഓരോ സീസൺ മാറുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി എന്നുള്ള ഈ വിഷനെയും കൂടി അപ്ഗ്രേഡ് ചെയ്ത് വി ക്യാൻ റീച്ച് ഔട്ട് ടു മോർ പീപ്പിൾ ടു ഹെൽപ്പ് ദം, സപ്പോർട്ട് ദം, ടു ബ്രിങ് അപ്പ് എ ബെറ്റർ കണക്ഷൻ, ബ്രിങ് അപ്പ് എ ബെറ്റർ ഹ്യൂമൻ ബീയിങ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് വിഷൻ. വി ആർ ഇൻ ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ. ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ എടുത്തേക്കുന്നത്. Appreciating my girl, make an add on a tail or header to that one, no? Including me, or maybe including the commonality or the proper, the majority of the people is doing for the fame, is doing for the money, is doing for the popularity, everything. അതെല്ലാം നമുക്കും വേണം, of course. But core element എന്ന് പറയുന്നത് മനുഷ്യന്മാരെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഇടയ്ക്ക് അറൗണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഇന്നോ നാളെയൊക്കെ ബീച്ചിൽ പോകുമ്പോഴേ ഇവിടുന്ന് ഒറ്റയ്ക്കിരിക്കുന്ന ആൾക്കാരുണ്ടാവില്ല എന്നൊന്നുമില്ല. ഞാൻ ഒബ്സർവ് ചെയ്യാറുണ്ട്, ഒറ്റയ്ക്കിരിക്കുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടു. ഓക്കെ, ഒറ്റയ്ക്കിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഇത് ഞങ്ങളൊരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് ചെയ്തതാണ്. ക്യാൻ യു ക്യാച്ച് മൈ ഹാൻഡ്? ഒറ്റയ്ക്കിരിക്കുന്ന ആളിനോട് ചോദിക്കാം. ഫസ്റ്റ് ലെവൽ നിങ്ങൾ ആരാന്നുള്ളൊരു ചോദ്യം വരാം, ഓരോ കൾച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഓരോ റിയാക്ഷൻ വരാം. ഞങ്ങളുടെ സോഷ്യൽ എക്സ്പെരിമെൻറ്റിൽ കരച്ചിലാണ് ആദ്യം വന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള മനുഷ്യന്മാർ നമുക്ക് ചുറ്റും ഒരുപാടുണ്ട്. അതായത് ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ചില തേങ്ങലുകൾ എവിടേക്കോ ഉണ്ടാവും. ഞാനിതിനെ കാവ്യാത്മകമായി പറയുന്നൊന്നുമല്ല, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉള്ള സ്ഥലത്ത് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്താലുണ്ടല്ലോ, ഈ മണ്ണ് സ്വർഗമാണ്, എനിക്കറിയാം. ഈസ് എ ഹെവൻ. ഓക്കെ, അവിടെ ഹാപ്പിനെസ് മാത്രമല്ല ഉണ്ടാവേണ്ടത്, ഇല്ലേ? ഭരണാധികാരി കൊടുക്കുന്ന പ്രതീക്ഷ, വില്ലിനെസ്, ആ കൊടുക്കുന്ന ഒരു അക്സെപ്റ്റൻസ് ടു എവറി കൾച്ചർ, അതെല്ലാം ഹാപ്പിനെസ്സിൻ്റെ ഒരു പാർട്ടല്ലേ? അവിടെ നമ്മളൊരു സ്റ്റെപ്പ് കൂടെ കൊടുത്തു നോക്കൂ. ഐ ഫീൽ നെക്സ്റ്റ് പോഡ്കാസ്റ്റ് വെൽ ഐ എം ഇൻട്രൊഡ്യൂസിങ് 1000 or 10,000 പീപ്പിൾ വിത്ത് യു. ഐ നോ ഈ എയിമിൽ അങ്ങനെ കൂടെ ഉണ്ടാവണം. പ്ലീസ് അഡ്രസ്സിങ് ദ പെയിൻ ഫാക്ടർ വിത്തൗട്ട് നോ ജഡ്ജ്മെൻറ്റ്, പ്ലീസ്. എനിക്ക് താങ്കൾക്ക്, നമ്മൾ 2 ദിവസമായി കണ്ടിട്ടുള്ള താങ്കൾക്ക് എൻ്റെ മടിയിൽ കുറച്ച് സമയം ഞാൻ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ കിടക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഞാൻ അതിനെ കാണുന്ന കാഴ്ചപ്പാട് ശരിക്കും എന്താണെന്ന് എനിക്കറിയാമെങ്കിൽ ആ കിടത്തത്തിൽ ഒന്നുമില്ല, ദാറ്റ്സ് എ പാറ്റിങ്. തിരിച്ചും അല്ലെങ്കിൽ ഒന്ന് തോളത്ത് കിടക്കുകയാണെങ്കിൽ അതിലൊന്നുമില്ല. ഓക്കെ, ഇതെങ്ങനെ മറ്റുള്ളവർ നോക്കിക്കാണുന്നു എന്നുള്ളതല്ല, ഇതെങ്ങനെ ഞാൻ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ നോക്കിക്കാണുന്നതാണ് എൻ്റെ സ്വാതന്ത്ര്യം. അത് നിങ്ങളെങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് എൻ്റെ കൺസെപ്റ്റല്ല. നമ്മൾ ഓരോരുത്തരും നിങ്ങൾ എന്നെ എങ്ങനെ കാണും, ഞാനിങ്ങനെ ഇരുന്നാൽ നിങ്ങളെന്ത് വിചാരിക്കും, ഞാനിങ്ങനെ പോയില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, ഞാനിങ്ങനെ കാർ മേടിച്ചില്ലെങ്കിൽ അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, ഞാനിങ്ങനെ പഠിച്ചില്ലെങ്കിൽ അവരെന്നെക്കുറിച്ച്. ആൾക്കാർക്കൊന്നും നിങ്ങൾ വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഘടകങ്ങളല്ല. നിങ്ങൾക്ക് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ you are successful in life. You will be getting happiness. This podcast is powered by Arun Ice Creams.